കുവൈറ്റിലെ ഒരു ദിവസത്തെ ഒരു സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിൻ്റെ എമൗണ്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം, വെൽക്കം ടു നിഷൂസ് വേൾഡ്. ഞാൻ നിഷാദ്. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദിയിലുള്ള അൽ ജാബർ ഗ്യാസ് ആൻഡ് ഓയിൽ എക്സിബിഷൻ സെന്ററിലാണ്. ഇവിടെ എൻട്രി തികച്ചും ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുവൈറ്റിൽ എങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നു, ക്രൂഡ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ പെട്രോൾ, ഡീസൽ അതുപോലുള്ള മറ്റുള്ള സാമഗ്രികൾ വേർതിരിച്ചെടുക്കുന്നു, ഇവയെല്ലാം നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിൻ്റെ കയറി വരുമ്പോൾ തന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. എക്സിബിഷൻ സെൻറ്റർ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. കുവൈറ്റിൽ വന്നിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ഞാനിപ്പോഴാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ ഇത് തികച്ചും എൻട്രി ഫ്രീ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഇതിലെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുത്തെ കാഴ്ചകൾ ബേസ്മെൻറ്റ്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ എന്നിവയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള തിങ്സ് ആണ് ബേസ്മെൻറ്റിൽ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിലാണ് കാഴ്ചകളുടെ തുടക്കം. വർഷങ്ങൾക്ക് മുമ്പ് കുറേ ജീവജാലങ്ങൾ ചത്ത് മണ്ണിനടിയിൽ അടിഞ്ഞ് ഒരു ആവരണമായി തീരുന്നു. അതിനു മുകളിൽ പാറകളുടെ ഒരു മേൽത്തട്ട് രൂപപ്പെടുന്നു. അതിൽ ഓക്സിജൻ്റെ അളവ് തീരെ കുറഞ്ഞ് പ്രഷറായി രൂപപ്പെട്ട് ഗ്യാസ്, ഓയിലൊക്കെയായി തീർന്നതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക കാലത്ത് ഗൾഫ് മേഖലകളിൽ ഓയിൽ രൂപപ്പെട്ടു വന്നപ്പോൾ അറബികൾക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ല. അവർ അത് ചെറുവള്ളങ്ങൾക്ക് പെയിൻ്റ് അടിക്കാനായും ഉപയോഗിച്ചു. പിന്നീട് പഠനങ്ങൾ നിരവധി നടത്തിയിട്ടാണ് ക്രൂഡ് ഓയിലായി എന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം വെളിച്ചത്തിന് വേണ്ടി അവർ തോണിയിൽ ഉപയോഗിച്ചു. ബാഹു എന്ന രാജ്യത്താണ് ലോകത്ത് ആദ്യമായി പെട്രോൾ കുഴിച്ചെടുക്കുന്നത്. US-ൽ 1959 ഫസ്റ്റ് പ്ലാൻ നിർമ്മിച്ചത്. 1990 ലോകത്തെ ആദ്യ കാർ ഫോർഡ് കമ്പനി ലോഞ്ച് ചെയ്തപ്പോൾ ആണ് ആദ്യമായി പെട്രോൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫോർഡ് ഉപയോഗിക്കുന്നവർ ഒന്ന് അഹങ്കരിച്ച് കാണും. ഞങ്ങളുടെ ഫോർഡാണല്ലോ ലോകത്തിലെ ആദ്യ വെഹിക്കിൾ. 1924 കുവൈറ്റിൽ ആദ്യമായി ബറ എന്ന സ്ഥലത്ത് ഓയിൽ രൂപപ്പെട്ടതും അവർ കണ്ടുപിടിച്ചതും. ഈ വീഡിയോയിലെ ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണുന്നത് റോക്കുകൾക്കിടയിൽ നിന്നും എങ്ങനെയാണ് ഓയിൽ കളക്ട് ചെയ്ത് എടുക്കുന്നതെന്ന്. ഗ്യാപ്പുള്ള പാറയിൽ നിന്ന് കൂടുതലായും ഇടുങ്ങിയ പാറയിൽ നിന്ന് കുറച്ചും പെട്രോളാണ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നോക്കൂ, കുവൈറ്റിലെ മരുഭൂമികൾ അടിയിൽ നിരവധി പാറക്കെട്ടുകൾ ഇതുപോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ അധികം ഓയിലുമുണ്ട്. 540 വർഷം പഴക്കമുള്ള ലോകത്തിൻ്റെ ഹിസ്റ്ററി വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ സ്ക്രീൻ. ഇതിൽ നമ്മുടെ ലോകം എങ്ങനെ രൂപപ്പെട്ടു, ആദ്യ നാളുകൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒരു അടിപൊളി വ്യൂയിങ് ഗാലറി ഉണ്ട്. അഹമ്മദി റീജിയൻ ഏകദേശം മുഴുവനായും എനിക്ക് കാണാൻ സാധിച്ചു. ഇവിടുത്തെ ബൈനോക്കുലർ വ്യൂ അപാരം തന്നെ. ദൂരെ കാഴ്ചകൾ തൊട്ടടുത്ത് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ന്യൂ അഹമ്മദി KOC ഹോസ്പിറ്റൽ. അതിൻ്റെ ഹെലിപ്പാഡ് വ്യൂ ആണിപ്പോൾ കാണുന്നത്. ഇതുപോലത്തെ നിരവധി എക്സ്ട്രാക്ട് മെഷീൻസ് സെയിലിന് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല മെറ്റൽസ് ആൻഡ് വുഡ് കൊണ്ട് നിർമ്മിച്ചതാണ്. 26 KD, 36 KD, 18, 15 KD അങ്ങനെ വിവിധ ഇനങ്ങൾക്ക് വ്യത്യസ്തമായ പ്രൈസ് ടാഗാണ്. KOC വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്സ്, അതുപോലെ അവരുടെ യൂണിഫോം എല്ലാം സെയിലിനുണ്ട്. KOCയുടെ എംബ്ലം, അതുപോലെ അവരുടെ ഷിപ്പ്, മെഷീൻസ് എല്ലാം തന്നെ നമുക്ക് മേടിക്കാൻ സാധിക്കും. അടുത്ത സെക്ഷൻ ഹീറോസ് ഓഫ് ഫയർ ആണ്. ഒരു വലിയ തിയേറ്റർ സമുച്ചയം, 8D ഫുൾ HD മൾട്ടിപ്ലക്സ് സ്ക്രീൻ. 1991 കുവൈറ്റ് എങ്ങനെയായിരുന്നുവെന്നും യുദ്ധം ഏത് രീതിയിൽ രാജ്യത്തെ ബാധിച്ചു എന്നും ഇതിൽ നിന്നും രാജ്യം എങ്ങനെ റിക്കവറായെന്നും ഒരു സിനിമ പോലെ നമ്മെ കാണിച്ചു തരുന്നു. റിയൽ ഹീറോസ് ഓഫ് നേഷൻ. ഏകദേശം 9 മാസം രാജ്യം നിശ്ചലമായിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗത്തും എണ്ണ തിളച്ചു മറിഞ്ഞിരുന്നു. വിവിധ രാജ്യങ്ങളിലെ മെഷീൻസും എസ്പെഷ്യലി USA ഇൻസ്റ്റാൾ ചെയ്തു.
നിരവധി ലേബേഴ്സിനെ പല രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചാണ് ഏകദേശം 9 വർഷം എടുത്തു പഴയ കുവൈറ്റിനെ വീണ്ടെടുക്കാൻ. നിരവധി വിദേശികളും സ്വദേശികളും പ്രോസസ്സിൻ്റെ ഭാഗമായി വീരമൃത്യു വരിച്ചു. അടുത്ത ഫേസ് എക്സ്ട്രാക്ഷൻ യൂണിറ്റ് ആണ്. KOC മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീനാണിത്. ശരിക്കും ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു വെറൈറ്റി ഇൻസ്ട്രുമെൻ്റ് ആണിത്. കൂടുതൽ ആഴത്തിൽ തുളച്ച് ഇറങ്ങാൻ ഈ മെഷീന് സാധിക്കും. വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ തുളച്ച് ഇറങ്ങി ഡ്രിൽ ചെയ്യുന്ന മെത്തേഡാണിത്. ഒരു ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നു. ഫാമിലിയായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു നല്ലൊരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ ഉറച്ചു പറയുന്നു. This is a heavy crude oil, medium, and the light one. You can see for these sticks to fill about that viscosity and liquid. Right. It's for the American Petroleum Institute. It's launched for all of these to read for how much that API inside for that is. Crude to be the 45. It's so light because the sweet materials is conserved inside that crude. In the API 24, that means we have a balance between sweet and sour materials. Unlike with the light one, with the heavy one as well. This is our experiment. മെയിനായിട്ട് 3 തരത്തിലുള്ള ഓയിലാണ് ഇവിടെ കുഴിച്ചെടുക്കുന്നത്. ഹെവി 12 ക്യാരറ്റ്, മീഡിയം 24 ക്യാരറ്റ് ആൻഡ് പ്യുവർ ലൈറ്റ് ദി മോസ്റ്റ് കോസ്റ്റ്ലി ആണ് 45 ക്യാരറ്റ്. ഇവയെല്ലാം പരസ്പരം മിക്സ് ചെയ്താണ് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ഞാൻ ഇവിടം വിസിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ 4 ഓസ്ട്രേലിയൻസ്, 2 സ്പെയിൻ, പിന്നെ 3 ഫ്രാൻസിലെ ആൾക്കാർ ഉണ്ടായിരുന്നു. കടലിൽ നിന്ന് ഷിപ്പിലേക്ക് കെറോസിൻ എങ്ങനെ ലോഡ് ചെയ്യുന്നുവെന്നും ഒരു ഡെമോ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇൻസ്ട്രക്ഷൻസ് അതുപോലെ പാലിച്ചാൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഞങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്തു കേട്ടോ. ലോകത്ത് എവിടെ ആയിട്ടും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീനാണിത്. നോബി ഡോങ്കി എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫേസിലേക്ക് കടക്കുമ്പോൾ എനിക്ക് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടാണ് തോന്നിയത്. അതിലേക്ക് പോകുന്ന വഴി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എങ്ങനെ ഈ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുവെന്നും എങ്ങനെ പമ്പുകളെ സൂക്ഷിക്കണമെന്നും വളരെ ക്ലിയർ ആയിട്ട് വിശദീകരിക്കുന്നു. ഇത് നമ്മുടെ മലേഷ്യയിലുള്ള പെട്രോമാക്സ് എന്ന ടവറിൻ്റെ ഒരു രൂപമാണ്. അതുപോലെ നമ്മുടെ കുവൈറ്റ് ടവറിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. USA എംപയർ സ്റ്റാച്യുവിൻ്റെയും അതുപോലെ നമ്മുടെ ബുർജ് ഖലീഫയുടെയും എല്ലാം തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ബിൽഡിങ്ങുകളുടെ രൂപങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ വ്യക്തവും ക്ലിയറുമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണ് ഒരു ബാരൽ. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. അപ്പോൾ ഒരു ബാരലിന് മുകളിൽ ഓരോ ബാരലായിട്ട് അടുക്കി ബുർജ് ഖലീഫയുടെ ഒപ്പം വെച്ചാൽ ഏകദേശം 27 സെക്കൻഡ് കൊണ്ട് ബുർജ് ഖലീഫ നിറയും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ മലേഷ്യൻ ടവറിലും പെട്രോൾ മാക്സ് ടവർ എന്ന് പറയുന്ന മലേഷ്യൻ ടവറിനും 15 സെക്കൻഡ് മതി നിറയാൻ. USA നമ്മുടെ എംപയർ സ്റ്റാറ്റ്യൂവിന് 2 മണിക്കൂർ എടുക്കും. അതുപോലെ നമ്മുടെ കുവൈറ്റ് ടവർ എല്ലാവർക്കും അറിയാം, അത് ഓൾറെഡി വാട്ടർ ഫിൽഡ് ടാങ്കാണ്. അത് നിറയാൻ വെറും 32 മിനിറ്റ് മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവയെല്ലാം തന്നെ വളരെ വ്യക്തവും ക്ലിയർ ആയിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് കുവൈറ്റിൽ 1 സെക്കൻഡിൽ എത്രമാത്രം ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. 6000 ക്യൂബിക് ആണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഇത് നോക്കൂ. വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഈ എക്സിബിഷൻ ഹാളിനുണ്ട്. അപ്പോൾ നമ്മൾ 1-2 ഫാമിലിയായി വന്നാലും ഒരു കുഴപ്പവുമില്ല. ഗൈസ്, എനിക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ കുവൈറ്റിൽ എങ്ങനെ ക്രൂഡ് ഓയിൽ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ എങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ വേർതിരിക്കുന്നു, എല്ലാം അവർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 1 മിനിറ്റിൽ
എത്രമാത്രം ക്രൂഡ് ഓയിലാണ് അവരുടെ ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാം തന്നെ വളരെ നീറ്റായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നു, ഈ സ്ഥലം വന്ന് കാണണം. ഈ എക്സിബിഷൻ സെൻറ്റർ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. വീണ്ടും പറയുന്നു, എൻട്രി ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.